സതീശന്റെ നാവ് പൊന്നാണ്. എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ഫലിക്കും. കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പോലും കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസിലെങ്കിലും അത് സംഭവിച്ചിരിക്കും. ഈ അടുത്ത ദിവസം സതീശൻ പറഞ്ഞ സൂപ്പർ ഹിറ്റ് വാചകമാണ്. മാപ്രകൾ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടാടുന്ന വാചകം. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. അതെ, കേരളത്തിൽ വലിയ വിസ്മയം സംഭവിക്കാൻ പോവാണ്. കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിലും ഇതിപ്പോ അങ്ങ് ബീഹാറിൽ ആ വിസ്മയം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് എന്നും രാജ്യത്തിന്റെ കോൺഗ്രസ് എങ്ങനെയാണ് രൂപമാറ്റം സംഭവിക്കുന്നതെന്നും വരും കാലത്തിൽ എങ്ങനെയാണ് ആ വിസ്മയം കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചന ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബീഹാറിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കേൾക്കൂ സുഹൃത്തുക്കളെ, കേൾക്കൂ. അടുത്ത വാർത്തയിലേക്ക് പോയാൽ ബീഹാറിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. പാർട്ടിയുടെ 6 MLA-മാരും JDU-വിൽ ചേരുമെന്ന സൂചന ശക്തമാണ്. ബിനുരാജ് ചേരുന്നു വിവരങ്ങളുമായി. ബിനുരാജ്, എന്താണ് ഈ കോൺഗ്രസ് ഇങ്ങനെ എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കുന്ന മട്ടിൽ ബീഹാറിൽ നിന്ന് പുതിയ വാർത്ത? അബ്ജോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് അവിടെ കരപറ്റിയത്, അല്ലെങ്കിൽ ഒരു നാമമാത്രമായ സാന്നിധ്യമായെങ്കിലും നിയമസഭയിൽ വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. 61 സീറ്റുകളിൽ അവർ മത്സരിച്ചു, 6 പേരാണ് ജയിച്ചത്. ഇപ്പോൾ ആ 6 പേരും NDA-യുടെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ആകെ 6 പേര് വിജയിച്ചു, 60 സീറ്റ് മത്സരിച്ചു. ആ 6 പേരും കൂടി ചേർന്ന് മറ്റത്തൂർ പോയതുപോലെ നേരെ NDA-യിലേക്ക് അങ്ങ് പോയിരിക്കുകയാണ്. ഇതാണ് കോൺഗ്രസ്. വരും കാലങ്ങളിൽ മറ്റത്തൂരിൽ സംഭവിച്ച അതേ സാമ്പിൾ അതിൻ്റെ ഫുൾ വെടിക്കെട്ടായിട്ട് സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാന നേതൃത്വത്തിലാണ്. അതാണിപ്പോൾ ബീഹാറിൽ കണ്ടത്. ബീഹാറിൽ വലിയ തിരിച്ചുവരവ് നടത്താൻ പോവുകയാണെന്ന് വലിയ പ്രചരണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള NDA റിക്രൂട്ടിംഗ് ഏജൻസി, അതാണ് നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരളത്തിൽ കൂടി വലിയ വിസ്മയങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് പെട്ടിയും കെട്ടി BJP-യിലേക്ക് പോകാൻ പോകുന്നു എന്നതിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ്. രാജ്യത്താകമാനം എങ്ങനെയാണ് BJP വളർന്നത്, എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അത് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് KC വേണുഗോപാൽ നല്ല വെടുപ്പിന് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ എല്ലാവരെയും താമരക്കുമ്പിളിൽ എത്തിച്ചതിന് ശേഷം പെട്ടിയുമായിട്ട് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലുള്ളവരെ കൂടി സംഘപരിവാറിന് സമ്മാനിച്ചാൽ ശുഭം. അതിനുവേണ്ടിയാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ആ വിസ്മയം ബീഹാറിൽ ഇപ്പോൾ നല്ല ഭംഗിയായി കാണുന്നുണ്ട്. ഇനി അത് കേരളത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ പറ്റുമെന്നുള്ള മുൻകൂട്ടിയുള്ള പ്രവചനം